ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഹാങ്കുട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അതിനാദ്യം വേണ്ടതാണ് ഒരു ഏത്തപ്പഴം വേണം. അതിതുപോലെ പീസായിട്ട് അരിഞ്ഞു വെച്ചത് വേണം. പിന്നെ വെല്ലം വേണം. അതിതുപോലെ തന്നെ ചിരണ്ടി വെച്ചത്, തേങ്ങ, ചിരവിയ തേങ്ങ, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ ദോശമാവ്. അപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം അതിലോട്ടിടുക. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വരണ്ട് വരണം കേട്ടോ. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി ആ നെയ്യിൽ കിടന്നിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരണം കേട്ടോ. ആ മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് ദോശ പാനിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി. നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, പുറത്തെല്ലാം നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ടൊന്നും ക്ലിയർ ആവത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇതുപോലെ നമ്മുടെ ഏത്തപ്പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. റൗണ്ടിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തേങ്ങ, നമ്മൾ ചിരവി വെച്ച തേങ്ങ അതിനുശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെല്ലം ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അമുക്കി വെക്കണം കേട്ടോ. പിന്നെ ഗൈസ്, എൻ്റെ സൗണ്ടൊന്നും ക്ലിയർ അല്ല കേട്ടോ. ഇപ്പോഴും ജലദോഷം മാറിയിട്ടില്ല. ഇതൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. 4 മണിക്ക് കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുമ്പം അവർക്ക് കഴിവ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.